എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രണ്ടിലെയും പാട്ടുമായി വരുന്നു. നിങ്ങളത് സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പാട്ടുമായി വരുന്നു. ഇത് ഞാനിപ്പോൾ പാടാൻ കാരണം ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഇതോടുകൂടി ഞാൻ ആ 2 ലൈൻ പാട്ടുമായിട്ട് വരുന്നു. തെറ്റ് കാണും, കുറ്റം കാണും, നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അയൽവാസികൾ, നമ്മൾ എന്നാ പറയുക, നമ്മൾ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കുക എന്നോർത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ അവരോട് പറയും ഇല്ലേ. അത് ഏറ്റവും വലിയ തെറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്കില്ലേലും നമ്മളതെടുത്ത് അവർക്ക് കൊടുക്കും. നമ്മൾ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരും. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാത്ത ഒത്തിരി വ്യക്തികളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരങ്ങോട്ട് മാറി നിന്നിട്ട് പറയും അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, കുത്തുക എന്ന് പറയും, പുറകിൽ നിന്ന് കുത്തുക. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ചതിയുടെയും വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും ഒരു ലോകമാണിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വരുന്ന അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ചതിക്കുന്ന വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? അവർ നമ്മളോട് കൂട്ടുകൂടാൻ വരുമ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് വലിഞ്ഞേക്കുക. നമുക്ക് എന്നാ പറയുക, ഒരു ചതി ആർക്കും പറ്റും. പിന്നെ നമ്മളത് സൂക്ഷിച്ച് കാര്യങ്ങൾ നീക്കുക. അപ്പം നമുക്ക് ആ വലിയ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പിടികിട്ടിയോ? നമ്മുടെ സ്വന്തക്കാരായിക്കോട്ടെ, അവർ കാണുമ്പോൾ പറയാം എന്നെ കൊണ്ട് വിശേഷം, സുഖമാണോ, എല്ലാവരും സുഖമായില്ലേ, സുഖമായിരിക്കുന്നില്ലേ. കുറച്ച് കഴിയുമ്പോൾ അവർ മാറിയിട്ട് നമുക്കിട്ട് കുത്തും. ഇതാണ് ഇന്നത്തെ ലോകം. എല്ലാവരും അല്ല കേട്ടോ, നല്ല ആൾക്കാരുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ നല്ല ആൾക്കാരുണ്ട്. അവരെ സ്നേഹിക്കരുതെന്നല്ല, നമ്മൾ കുത്തുക എന്ന് പറയും. ആ കുത്ത് നമുക്ക് ഭയങ്കര വേദനയാണ്. നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ കുത്തുമ്പം നമുക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട് ഇല്ലേ. അതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ പാട്ടുമായി വരുന്നു. നമ്മുടെ യേശുദാസ് പാടിയ പാട്ടാണ്. സാറിന് ഇതിന് നന്ദി. നല്ലൊരു പാട്ടാണ്. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പാടി നടക്കുന്നൊരു പാട്ടാണ്. ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്, അരങ്ങത്തു ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. അരങ്ങത്തു ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്. ഇന്ന് ലോകം അതാണ് മക്കളെ, മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ പഴയ തലമുറ ഒന്നിച്ചിരുന്ന് നമ്മളാ കഴിക്കുന്ന ഫുഡ് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഒരു മാങ്ങ കിട്ടിയാലും അത് നമ്മളെല്ലാവർക്കും പൂളിക്കൊടുത്ത് നമ്മൾ തിന്നുമില്ലേ. അതുപോലെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ കാന്താരി മുളക് പൊട്ടിച്ച് കപ്പ തിന്നുന്ന രംഗങ്ങളൊക്കെ ഓർത്ത് നോക്കി. ഒരു പീസുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പങ്കുവയ്ക്കും. ഇന്നതല്ല, സ്വന്തം കാര്യം സിന്താബ. അവർക്ക് ആരെങ്ങനെ ജീവിച്ചാലെന്താ, ജീവിച്ചില്ലേലെന്നാ. സഹായിക്കുന്നവരെ കമത്തിയടിക്കുന്ന ലോകം അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശത്രുക്കളെ തിരിച്ചറിയുക, ബന്ധുക്കളെ, നല്ല നല്ല ബന്ധങ്ങളെ കൂടെ നിർത്തുക. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. ഓക്കേ.